വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. കാരണം വേറെ ഒന്നല്ല, ഇതിന് മെയിൻ ചേരുവ എന്ന് പറയുന്നത് റവയാണ്. അപ്പോൾ റവ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം മതി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ചാനലിൻ്റെ പേര് വിസ്മയ് ഫുഡ് എന്നാണ്. ഞാൻ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണ് കൂടി ഉണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. കുറേ പേർക്കുള്ള ഡൗട്ടാണത്, അതുകൊണ്ടാണ് ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഈ 1/2 കപ്പ് റവയിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്രയും വേണ്ട. ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും വേണ്ട. 1/4 കപ്പ് പഞ്ചസാര മതി കേട്ടോ. എന്നിട്ട് പഞ്ചസാരയും റവയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ മുമ്പ് വേറൊരു ചാനലിൽ കണ്ടിരുന്നല്ലോ, അപ്പോൾ അതിൽ അവരെടുത്തിട്ടുള്ളത് റവയും പഞ്ചസാരയും ഒരേ അളവിലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടും ഒരേ അളവിൽ എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം മിക്സ് ചെയ്തിട്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക, നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏലക്ക നമ്മൾ ഇട്ട് കൊടുത്തല്ലോ, അതെടുത്ത് മാറ്റാം. വേണമെങ്കിൽ നിങ്ങളെടുത്ത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നമുക്ക് റവ പഞ്ചസാര മിക്സ് ചെയ്തല്ലോ, അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ച ശേഷം മാത്രം നമ്മൾ റവയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം വറ്റുന്ന വരെ ഇതൊന്ന് കുക്കാക്കി എടുക്കണം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അതായത് 1/2 കപ്പ് റവയിലേക്ക് ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ടുള്ളത് 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പോളം വെള്ളം എടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ ഫ്ലെയിമൊന്നും കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. പിന്നെ ഇതിപ്പോൾ ഒരു ഒട്ടി പിടിക്കുന്ന പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ കുഴക്കേണ്ട. 1 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട. എന്നിട്ട് നമുക്കതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നാണെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ കയ്യിൽ അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നല്ലൊരു മാവ്, നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. പിന്നെ ഞാൻ കണ്ടിരുന്ന ആ ഒരു ചാനലിൽ ഇതുപോലെ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കോൺഫ്ലോർ ചേർക്കാതെ എത്രത്തോളം നന്നാവും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൽ പരത്തി വയ്ക്കുകയാണ് കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബോൾസ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ വറുത്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ഒരുപാട് നേരം വറുത്തൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറിയ ഒരു ഇങ്ങനെ ഒരു വട്ടത്തിൽ ആക്കി കൊടുക്കണം. ഞാനിങ്ങോട്ട് ചെറുതായിട്ട് കോൺഫ്ലോറിൻ്റെ ആ പൊടിയിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും റോൾ ചെയ്യേണ്ട, നമ്മൾ ഉടനെ ഫ്രൈ ചെയ്യാൻ പോവല്ലേ. പിന്നെ കോൺഫ്ലോറിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പം പ്ലേറ്റിലും അതുപോലെ അത് എല്ലാം കൂടി ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റവയുടെ സ്നാക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാനിൽ ഡീപ്പ് ഫ്രൈ ആക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്നാക്ക് നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇതുപോലെ ആയി വരണം. ഇതുപോലെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവൂ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലേ നല്ല പെട്ടെന്ന് നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ് നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് വശവും കുക്കായി കിട്ടും. പിന്നെ നമ്മളിത് ഓൾറെഡി നമ്മൾ കുക്കാക്കി എടുത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാൻ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത്. പിന്നെ ഇവിടെ ഒരു തവണ എണ്ണ ഫ്രൈ ആക്കാൻ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാറില്ല, ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ എണ്ണയുടെ ചൂട് പോയാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റവ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ റവ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അര കപ്പ് റവയിലേക്ക്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്